അപ്പോൾ ഈ ലെക്സാർട്ട് എങ്ങനെയാണ് രൂപപ്പെടാൻ കാരണം നമ്മുടെ ലൈഫിൽ ഓരോരുത്തർക്കും ഓരോ പെയിൻ ഉണ്ടാവുമല്ലോ. എന്റെ തന്നെ ഒരു ഗുരുനാഥൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മുടെ പ്രധാനപ്പെട്ടുള്ള പെയിനുകളെല്ലാം അല്ലെങ്കിൽ ആൾക്കാർക്ക് സൊല്യൂഷൻ കൊടുക്കുക എന്ന് പറയുന്നത് ചെറുപ്പകാലത്ത് അനുഭവിച്ച വിഷയങ്ങളാണ്. അതിന്റെ സൊല്യൂഷൻ ആയിരിക്കും മെജോറിറ്റി ആളുകളും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. ഞാൻ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്ത ബിസിനസ് അല്ല, പഠിച്ച് റിസർച്ച് നടത്തിയതിന്റെ പിന്നാലെ ഒരുപാട് നടന്നതിന് ശേഷം അതിലേക്ക് എത്തിപ്പെടുന്നത്. അതിന് മുൻപേ ഈ സെയിൽസ് എന്ന് പറയുമ്പോൾ എന്റെ ഹൈസ്കൂൾ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഞാൻ ഉണ്ടായില് സെയിൽസ്മാൻ ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് സെയിൽസ്. പക്ഷെ എനിക്ക് തന്നെ എന്റെ ഒരു പ്രശ്നമായി എനിക്ക് തോന്നിയിട്ടുള്ളത്, എനിക്ക് കൺവിൻസിങ് അല്ലാത്ത, എനിക്ക് ബോധ്യപ്പെടാത്ത കാര്യം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് കുറച്ചധികം ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവിടെ നിന്ന് ആ തരത്തിൽ ചെയ്തു പോകുമ്പോൾ തന്നെ എന്തൊക്കെയോ ലോകത്തിന് ചെയ്യാനുണ്ട് എന്നുള്ളൊരു ബോധ്യമുണ്ട്. ഇന്നും ചെയ്ത് കംപ്ലീറ്റ് ചെയ്തെന്നല്ല, പക്ഷെ അതിന്റെ പ്രോസസ്സിംഗ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അത് കൃത്യമായി മുമ്പോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ എങ്ങനെ ലെക്സാർട്ട് അല്ലെങ്കിൽ എങ്ങനെ ഒരു കൺസ്ട്രക്ഷനിലേക്ക് തിരിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പഠിക്കുന്ന സമയത്ത് എഞ്ചിനീയറിംഗ് ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നു. പഠിക്കുന്ന സമയത്ത് നമ്മൾ പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ട് കാറ്ററിംഗ് വർക്കിന്, സാധാ നാട്ടിലുള്ള കാറ്ററിംഗ് വർക്ക് പോലെയല്ല, അവിടെ കാറ്ററിംഗ് എന്ന് പറഞ്ഞാൽ ബേസിക് ക്ലീനിങ് മുതൽ എല്ലാ വർക്കുകളും സെർവിങ്ങും എല്ലാ കാര്യങ്ങളും ചെയ്യും. അപ്പൊ അവിടെ ആ ലക്ഷറി ആംബിയൻസിൽ അവിടുത്തെ ആളുകളുടെ ഒരു സന്തോഷവും അതേപോലെ തന്നെ അവർക്ക് കിട്ടുന്ന ഒരു ട്രാൻസ്ഫോർമേഷനും ആ ആളുകളുടെ സംസാര രീതിയും എല്ലാം നമ്മളെ പോലെയല്ല. അപ്പൊ അങ്ങനെ വരുന്ന ആളുകളുടെ താമസിക്കുന്ന രീതിയും അതൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കല്ലോ. വേറൊരു ക്യാരക്ടർ ഫോർമേഷൻ തന്നെ. അത് മാത്രമല്ല, നമ്മൾക്കൊന്നും ഒരിക്കലും അത് എത്തിപ്പിടിക്കാൻ പറ്റില്ല എന്നുള്ള മനോഭാവം അവർക്കുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലായി ഈ ലക്ഷറി എന്ന് പറയുന്ന സംഭവം നമുക്ക് നമ്മളെ പോലെ ആൾക്കാർക്ക് പറ്റുന്നതല്ല എന്നുള്ളൊരു കോൺസെപ്റ്റ് അന്നേരം. പക്ഷെ പിന്നെയും മുമ്പോട്ട് പോയപ്പോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, അറിയാതെയും പല ബിസിനസ്സുകൾ ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ അതിൻ്റെതായ ഉയർച്ചയും താഴ്ചയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, കുറച്ച് വരുമാനമൊക്കെ വന്നതിന് ശേഷം ഈ ലക്ഷ്യം നമുക്കും പറ്റുന്നതാണ്, നമുക്കും നേടിയെടുക്കാൻ പറ്റുന്ന സംഭവമാണ്. അത് പിന്നെയും ഈ ഒരു ബിസിനസ്സിലേക്ക് നമ്മൾ ബിൽഡർ എന്നുള്ള ലെവലിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് പറഞ്ഞ നമ്മുടെ തോട്ടിലേക്ക് വന്നൊരു സംഭവമാണ് ലക്ഷറി എന്നുള്ള പണ്ട് അനുഭവിച്ച പെയിൻ അതിനൊരു സൊല്യൂഷൻ ആയിട്ട് ഇത് കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ ലക്ഷറി മാത്രം മതിയാവില്ല, മോഡേൺ ആയിട്ടുള്ള ഒരു കാര്യം കൊണ്ട് വരണം. കാരണം നമ്മൾ വേൾഡ് വൈഡിലെ എക്സിബിഷനൊക്കെ പോകുന്ന സമയത്ത് അവിടെ നിന്ന് കാണുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്, ജൈറ്റെക്സ് പോലത്തെ എക്സിബിഷൻസ് ഒക്കെ. അപ്പൊ അത് കുറച്ചുകൂടെ ഒരു നമുക്ക് എന്ത് പറ്റണം, ടെക്നോളജിയോട് കമ്പൈൻ ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ചിന്തിച്ചതിന്റെ ഭാഗമായിട്ടാണ് ലക്ഷറി പ്ലസ് സ്മാർട്ട് ആയിട്ടുള്ള IoTയും ഓട്ടോമേഷന്റെ പല ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് വീടുണ്ടാക്കാൻ എന്നുള്ള കോൺസെപ്റ്റിലേക്ക് വന്നു. അപ്പോൾ ഇതിന്റെ തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പഠിക്കുന്ന കാലത്തുള്ള അന്ന് ആ സ്ട്രഗിൾ ചെയ്ത ആ സ്ട്രഗിളിന്റെ സമയത്ത് എങ്ങനെയെങ്കിലും ലക്ഷറി നേടണം. കാരണം എൻ്റെ അഭിപ്രായത്തിലൊക്കെ BMW ബെൻസിനോടും അതിയായ ആഗ്രഹവും ആ വണ്ടി കാണുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ അത്രയും സൂക്ഷ്മമായി ശ്രദ്ധിക്കുന്ന ആൾക്കാരുണ്ടെന്ന് എനിക്കറിയില്ല, മേ ബി ഉണ്ടാവാം. പക്ഷെ എങ്കിൽ പോലും ഒരു പ്രത്യേക താല്പര്യമായിരുന്നു. ഇന്നും എൻ്റെ അതേ പെയിനുള്ള, എൻ്റെ അതേപോലെ വിഷമിക്കുന്ന ഞാൻ മനസ്സിലാക്കുന്ന ആൾക്കാരോടൊക്കെ തന്നെ ഞാൻ നേടിയിട്ടുള്ള അറിവുകൾ അവർക്കും പകർന്നു നൽകും. അതിന് ആത്മാർത്ഥമായി ശ്രമിക്കാറുണ്ട്. പൂർണ്ണമായും അറിവുകൾ നേടിയെന്നല്ല, കാരണം പഠിക്കുമ്പോൾ അതിനൊരു പ്രശ്നമുണ്ട്, വീണ്ടും വീണ്ടും പഠിക്കാനുണ്ടെന്നുള്ള ചിന്താഗതി അത് യാഥാർത്ഥ്യമാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് റിസർച്ച് നടത്തി അതേപോലെ തന്നെ R&D ടീം നല്ല പോലെ വർക്ക് ചെയ്ത് അങ്ങനെയാണ് ഈ കസ്റ്റമർക്ക് എങ്ങനെ ഏറ്റവും ബെറ്റർ ആയിട്ട് നൽകാമെന്നുള്ള രീതിയിലേക്ക് അതൊരു പ്രൊഡക്റ്റായിട്ട് മാറി വന്നിട്ടുള്ളത്. അപ്പൊ ഇന്ന് കമ്പനി എടുക്കുന്ന ഒരു മെയിൻ പോയിന്റ് അതാണ്, കസ്റ്റമർ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ ഒന്ന് അവർ ലക്ഷറി വാങ്ങുന്നവർ ഒബ്വിയസ്ലി എന്തായാലും പെയിൻ അനുഭവിക്കാത്തവരല്ല, അല്ലാത്തവരായിട്ട് വാങ്ങുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അവർക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് നല്ലൊരു ട്രീറ്റ്മെന്റോട് കൂടി അന്ന് ഞാൻ അനുഭവിച്ച പെയിൻ അവർക്ക് ഉണ്ടാവുമല്ലോ, അവരുടെ ഭാഗത്ത് നിന്ന് നമ്മളങ്ങ് ചിന്തിക്കും. അതാണ് നമ്മുടെ കോർവയിൽ കസ്റ്റമർ സെൻട്രിക് എന്നുള്ളൊരു പോയിന്റ്. പിന്നെ അതുപോലെ തന്നെ ആത്മാർത്ഥമായിട്ട് കാര്യങ്ങൾ ചെയ്യാന്ന് പറയുമ്പോൾ ഇന്റഗ്രിറ്റി അതിന്റെ ബേസിലാവുന്നത്. കാരണം അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ഇത് കറക്റ്റ് ആണോ അല്ലേ ചെയ്യുന്നത് എന്ന് കസ്റ്റമർക്ക് ഒരു ടെൻഷൻ വരുമല്ലോ, ആ ടെൻഷൻ പോലും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്റഗ്രിറ്റി കോർവാലിറ്റി വന്നു. അങ്ങനെ ആ തരത്തിൽ ഒരു കംപ്ലീറ്റ് എക്സ്പീരിയൻസ് കസ്റ്റമർക്ക് നൽകുക എന്നുള്ള കാഴ്ചപ്പാടിലൂടെ അതിമനോഹരമായിട്ട് ലെക്സാർട്ടിന് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും. അനുഭവങ്ങളിലൂടെയാണ് തീർച്ചയായിട്ടും. കാരണം റോബർട്ട് കിയോസാക്കി എങ്ങനെ ആയി, നെപ്പോളിയൻ ഹിൽ എങ്ങനെ വന്നു, അല്ലെങ്കിൽ ലോകത്ത് അറിയപ്പെടുന്ന ബിസിനസ്സുകാരൊക്കെ തന്നെ എങ്ങനെ വന്നു, അതിനൊരു വലിയ ഘടകമല്ലേ ഈ അനുഭവം എന്ന് പറയുന്നത്. Luxart, a luxury smart living experience.